ദൈവത്തെ ആരാധിക്കുന്നവർ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ എന്റെ ദൈവത്തെ ആരാധിക്കണം. ആമേൻ. അഭിഷേകൻ പറഞ്ഞല്ലോ, നമ്മൾ ഇവിടെ ഇരിക്കുന്നു, നമ്മുടെ ഹൃദയം എവിടെ പോയിരിക്കുന്നു എന്ന്. ഇന്ന് ദൈവത്തിന്റെ മുൻപിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കണം. നമ്മുടെ ഹൃദയം കാണുന്ന ഒരു കർത്താവ് നമ്മുടെ അരികിൽ ഉണ്ടെന്നൊരു ബോധ്യം ഉണ്ടായിരിക്കണം. നമ്മുടെ ഹൃദയത്തിനകത്ത് ശുദ്ധീകരണം ഉണ്ടായിരിക്കണം. ശുദ്ധീകരണമില്ലാതെ ആർക്കും ദൈവത്തെ കാണുവാൻ കഴിയത്തില്ല. ശുദ്ധീകരണമില്ലാതെ ദൈവത്തിന്റെ അടുക്കൽ എത്തുവാൻ ആർക്കും കഴിയത്തില്ല. വചന അടിസ്ഥാനത്തിലുള്ള ജീവിതം നയിക്കണം. വചനം അനുസരിക്കുന്നവരായിരിക്കണം. ആമേൻ. ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ആമേൻ. ബാലൻ, ബാലൻ എന്ന് പറഞ്ഞാൽ നിഷ്കളങ്ക ഹൃദയം, നിർമ്മല ഹൃദയം, മറ്റൊരു തെറ്റുകളും ഇല്ലാത്തതായ ഒരു ഹൃദയം. ആമേൻ. നമ്മുടെ ഹൃദയത്തെ ഏതെങ്കിലും അന്ധകാര വൈശാഖ്യ മണ്ഡലങ്ങൾ ആമേൻ വശീകരിച്ചു കൊണ്ട് പോകാറുണ്ടോ? പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ പോലും യഥാർത്ഥമായി പ്രാർത്ഥിച്ച ചില വിഷയങ്ങളെ മേൽ വിടുതലെടുക്കുവാൻ കഴിയാതെ വേണം നമ്മുടെ ഹൃദയത്തെ വശീകരിക്കുന്ന അന്ധകാര വൈശാഖ്യ മണ്ഡലങ്ങളോട് പറയാൻ. ഇന്ന് പകൽക്കാലം നീ എന്റെ തലമുറയെ വിട്ട് മാറ്, എന്റെ കുടുംബത്തെ വിട്ട് മാറ്, എന്റെ കുടുംബ ജീവിതത്തെ വിട്ട് മാറ്. ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെല്ലാം നീ വഴിമാറ്. ഇന്ന് പകലില്ല, ഇതുവരെ വഴി മാറാതെ നിൽക്കുന്നത് ചിലത് വഴി മാറും. വഴി മാറിയ പറ്റത്തുള്ളൂ. നമ്മൾ സേവിക്കുന്നത് ആരെയാ? ജീവനുള്ള ദൈവത്തെയാ. ജീവനുള്ള ദൈവം ചിലത് വഴി മാറ്റുക തന്നെ ചെയ്യും. എല്ലാ നാമത്തേക്കാൾ മേലായ നാമം എന്റെ യേശുവിന്റെ നാമം. എന്റെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ചില കോട്ടകൾ ഇടിയും, ചില കാരാഗ്രഹങ്ങൾ ആമേൻ തുറന്നു വരും. പൗലോസിനെയും ശീലാസിനെയും ആമേൻ കാരാഗ്രഹത്തിനകത്തിട്ട് ഊട്ടിയതുപോലെ ആരാധനയ്ക്ക് തടസ്സമാണ്. ആമേൻ. ഇതിനകത്തൊരു അഭിഷേകം വെളിപ്പെടുവാൻ തടസ്സമാണ്. ആമേൻ. ഇതിനകത്ത് ആമത്തിലിട്ട് ഊട്ടിയതായ ആമേൻ ചില കൈകാലുകൾ ബന്ധിച്ച്, കൈകാലുകൾ ബന്ധിച്ച് ചില മാനസിക വിധങ്ങൾ ഇനി ഒരു ദൈവ പ്രവൃത്തി അവരിലൂടെ നടക്കരുതെന്ന്. ആമേൻ. അവരിലൂടെ ഒരു ദൈവ പ്രവൃത്തി ഇനി നടക്കരുതെന്ന്. അവർ ചെയ്ത തെറ്റ് എന്താ ചെയ്തത്? ആമേൻ. ഒരു സഹോദരിയുടെ മേൽ വർഷങ്ങളും കാലങ്ങളും കൊണ്ട് അവളെ അപകരിച്ചു വെച്ചിരുന്ന, മറ്റുള്ളവർക്ക് ലാഭമുണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്ന ആ വൈശാഖ്യ മണ്ഡലത്തെ ഒന്ന് പുറത്താക്കി അവളെ ഒന്ന് സ്വസ്ഥത വരുത്തി അവർക്കൊരു സമാധാനത്തെ കൊടുത്തതിന് എന്ത് തെറ്റാ ഇവർ ചെയ്തത്? അങ്ങനെയുള്ള ചില വശീകരണ വ്യാപാരങ്ങള് ഈ പട്ടണത്തിനകത്ത് മണ്ഡലത്തിൽ ഒരു ആരാധന വെളിപ്പെടുമ്പോ ഇനി പുറത്ത് വരരുത് എന്ന് പറഞ്ഞ് അവരെ അടിച്ച് മുറിവേൽപ്പിച്ച് അവരെ ഉപദ്രവിച്ച് അവരെ ആമത്തിലിട്ട് പൂട്ടി. അവരുടെ പൂട്ടികളെ പൊട്ടിക്കുവാൻ ഇവിടുത്തെ ആരാധനയ്ക്ക് ഇവിടത്തെ ആരാധനയ്ക്ക് കഴിയും. എന്റെ വീട്ടില് ഞാൻ
ഒരു ചുമര് എടുത്തു മാറ്റി അവിടെ എല്ലാം ഹാളാക്കി അങ്ങനെയൊക്കെ വീടുകൾ പണിത് അവസാനം ആ മുറ്റം വരെ നിറഞ്ഞപ്പോൾ ഒരു വർഷമായപ്പോൾ 11 പേർ സ്നാനപ്പെട്ടു. ഇതിനിടയ്ക്കുണ്ടല്ലോ ഇവിടെ ആരാധന നടക്കുമ്പോ എനിക്ക് വേണ്ടിയിട്ട് പോലീസിൽ അറിയിച്ച് ഒപ്പിട്ട് ഒരുപാട് ആരാധികൾ അവരെല്ലാം എന്റെ വീട്ടിൽ പ്രാർത്ഥനയ്ക്കും. മുസ്ലിങ്ങള് ഹൈന്ദവരായിരിക്കുന്ന BJP-ക്കാരൊക്കെ വന്ന് എന്നെ അടിക്കാനൊക്കെ ശക്തമായി കൂട്ടത്തോടെ ജനം കയറി വന്നപ്പോൾ ഞാൻ എന്റെ യേശു എന്നെ നിർത്തിയതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് നിന്നു. എനിക്ക് ഒരു അക്ഷരം പോലും പറയുവാൻ അറിയത്തില്ല. നിങ്ങളെ പോലെയൊന്നും എനിക്ക് ഒരു യോഗ്യതയുമില്ല. പക്ഷെ യേശു എന്നെ തിരഞ്ഞെടുത്തതുകൊണ്ട് യേശുവിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ഇവളിലൂടെ എനിക്ക് ചിലത് പ്രവർത്തിക്കാനുണ്ട്. അതുകൊണ്ട് എന്റെ യേശു അവരുടെ നടുവിൽ നിർത്തി. പക്ഷെ അന്ന് രാത്രി ആകുന്നതിന് മുമ്പ് ആ മുസ്ലിങ്ങൾ BJP-ക്കാരും വന്ന് ക്ഷമ പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ നടത്തിക്കോ, കുഴപ്പമില്ല. പ്രിയ ദൈവസഭയെ തൊട്ടടുത്തുള്ള മുസ്ലിം എന്നെ വിളിച്ച് പ്രാർത്ഥിച്ച് വെള്ളം വാങ്ങി കുടിച്ചിട്ടാണ് ഈ ഭൂമിയിൽ വന്ന യാത്ര. ചന്തമുക്കില് ഇറച്ചി വെട്ടുന്ന ഇന്ന് മോനാണ് അവിടെ കച്ചവടം ചെയ്യുന്നത്, റാഫി എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഉള്ളവരുടെ ഇടയിൽ യേശു സഭയെ പണിതു. ഇന്ന് BP നഗര സഭയിൽ ഇരിക്കുന്ന അഭിഷേകത്തിന് അറിയാം. ആ സഭ ഞങ്ങളെ വീട്ടിൽ തുടങ്ങിയ മീറ്റിംഗ്. ഇന്ന് പല ഇടങ്ങളിലെ സഭ ഓടി നടന്ന് പണ്ട് തെരുവ് നായ്ക്കളെ പോലെ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഓടിയതുപോലെ കർത്താവ് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു വീട്ടിലെ ഒരു സഹോദരിയുടെ ജോലി കഴിയുന്നത് വരെ ചെന്നിരിക്കും. അവരുടെ ജോലി കഴിഞ്ഞിട്ട് അവരെയും കൂട്ടി പോകും, ട്രാറ്റുമായി പോകും. പക്ഷേ അന്നത്തെ പോലെ ഒരു തെരുവ് നായ്ക്കളെ പോലെ ട്രാറ്റുമായി ഡ്രസ്സീറ്റുമായി നടന്നു ചില സഭകളുടെ രൂപീകരണം യേശു ചെയ്തു. അങ്ങനെ ഒരു ദാഹമുണ്ടെങ്കിൽ സത്യമായി ഇന്ന് പകൽക്കാലം അഭിഷേകത്തിനെ ദൈവസഭയെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, ഇതിനകത്ത് ഈ വാതിൽ പൂട്ടണമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ച ചില നേർച്ചകള് വഴിപാടുകള് നടത്തിക്കൊണ്ടിരിക്കുന്ന ചില വ്യക്തികളെ യേശു സഭ ആരുടേത്? സഭ ദൈവത്തിന്റെ. ദൈവം അറിയാതെ ഈ സഭ ഇവിടെ നട്ടവനും നനച്ചവനും ഏതുമില്ല. അന്ന് ഞാൻ തെരുവ് നായ്ക്കൾ പോലെ ഭക്ഷണത്തിന് ഒരു വസ്ത്രത്തിന് വേണ്ടി ഓടിയില്ലേ, അല്പ സ്നേഹത്തിന് വേണ്ടി ഓടിയില്ലേ. പിന്നെ ഞാൻ കർത്താവിന് വേണ്ടി 7 മടങ്ങ് തീച്ചുളക്കകത്ത് വീണിട്ട് എണീറ്റ് വന്നപ്പോൾ ഞാൻ അതേപോലെ തെരുവ് നായ്ക്കളെ പോലെ ട്രാറ്റുമായി ഡ്രസ്സീറ്റുമായി ഓടി. എന്റെ യേശു പപ്പ ഇപ്പോൾ ഞാൻ ട്രാറ്റുമായിട്ട് ഓടിയതിന്റെ പ്രതിഫലം യേശു എനിക്ക് എണ്ണി 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 തന്നു. ഇന്ന് ഉന്നത വേദികളിലെ ശ്രേഷ്ഠന്മാരെ കൂട്ടി എന്റെ പപ്പ എന്നെ കൈക്ക് പിടിച്ചിരുത്തി. എന്റെ യേശു ആരുടെ മുഖപക്ഷം നോക്കി പ്രവർത്തിക്കുന്ന ദൈവമല്ല. എന്റെ യേശു ആരുടെ കൈക്കൂലി വാങ്ങി പ്രവർത്തിക്കുന്ന ദൈവമല്ല. എന്റെ യേശു കരുണയുള്ള കർത്താവ്. നീ ഏത് നിലവാരത്തിലായിരുന്നാലും നിന്റെ ഹൃദയത്തെ കണ്ട് പ്രവർത്തിക്കുന്ന കർത്താവാണ്. നിന്റെ ഹൃദയത്തിലെ താല്പര്യമൊക്കെ കർത്താവ് നിവർത്തിച്ചു തരും. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം നിവർത്തിച്ചു തരും. ആമേൻ. ഇവിടെ പെട്ടെന്ന് വെളിപ്പെട്ട ഒരു വചനമാണ്. ആമേൻ. ഇന്ന് നമുക്ക് ശക്തമായി ആരാധിക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ ഇന്ന് പകൽക്കാലം ചില ബന്ധനങ്ങളെ എവിടെയാ ബന്ധനം?
വചനത്തിനകത്ത് തിരുവചനത്തിനകത്ത് ബന്ധനമില്ല. പക്ഷേ ഒരു പൗലോസിനെയും സീലാസിനെയും ഇനി പുറത്ത് വരരുത്, അവരിലൂടെ ഒരു ദൈവപ്രവൃത്തി നടക്കരുത്, അവരെ ഇതോടെ വച്ച് മതിയാക്കണം എന്ന് പറഞ്ഞ് അവരെ പിടിച്ച് ചന്തസ്ഥലത്തിലൂടെ വലിച്ചിഴച്ച അവരെ ആമത്തിലേക്ക് കൂട്ടിയപ്പോൾ അവരുടെ അകം തിളക്കുകയാണ്. എന്താ തിളക്കുന്നത്? എന്നെ വിളിച്ചവൻ വിശ്വസ്തൻ, എന്നെ വിളിച്ച് ഇറക്കിയവൻ വിശ്വസ്തൻ, അവനെന്നെ വഴിയിൽ വിട്ടേച്ച് പോകുന്ന ദൈവമല്ല, എന്റെ വേല തികയ്ക്കും വരെ കർത്താവ് എന്റെ കൂടെ. എന്നാൽ കൈകാലുകളെ ബന്ധിച്ചോട്ടെ, എവിടെ എന്തൊക്കെ ബന്ധനം ഉണ്ടെങ്കിലും അവിടെ അത്തരത്തെ ബന്ധിക്കുവാനാണ്. അവരുടെ അത്തരം കൊണ്ട് അവർ അർദ്ധരാത്രിയിലെ പാടി സ്തുതിച്ചപ്പോൾ അവരുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീണു. കൂട്ട തടവിൽ കിടന്നവരുടെ കൂടെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീണു. അതുപോലെ ഇവിടെ ഒരു ആരാധന വെളിപ്പെട്ടാൽ തടവിൽ ഇവിടെ ചിലർ കിടപ്പുണ്ട്, ചില മത്സരികൾ കിടപ്പുണ്ട്, മറുത്തു മത്സരികൾ. അവരെ ദൈവം തൊട്ടേണ്ട ഭാഗം നോക്കി ദൈവം യേശുവിന്റെ നാമത്തിൽ യേശു തൊട്ടേണ്ടത് എവിടെ തൊടണമെന്ന് നമ്മൾ പറഞ്ഞു. യേശു മർമാണിയാണ്. ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ യേശുവിനെ അറിയാൻ നിങ്ങൾ എവിടെയാണ് തൊടേണ്ടത്? എന്റെ യേശു മർമാണിയാണ്. യേശു തൊട്ടു മനസ്സെടുത്തി. ആമേൻ. പ്രിയ ദൈവസഭയെ, ഇവിടെ ഒരു അങ്ങനെയുള്ള പൗലോസും ശീലാസും ആരാധിച്ചതുപോലെ ഒരു ആരാധന വെളിപ്പെട്ടാൽ നമ്മുടെ സഭയ്ക്കകത്തുള്ള ബന്ധനങ്ങൾ അഴിയും. കൂടെ കിടക്കുന്നവർ നമ്മുടെ കൂട്ട് സഹോദരങ്ങളാണ്. നമ്മുടെ ഈ ദേശത്ത് പട്ടണത്തിൽ ചുറ്റുപാട് കിടക്കുന്ന അവരുടെ കൂടെ ബന്ധനങ്ങൾ അഴിഞ്ഞ് ഇതിനകത്ത് കൂട്ടമായി ആത്മാക്കളെ രക്ഷ. പ്രതികൂലമില്ലെങ്കിൽ ദൈവം വളർച്ചയില്ല. പ്രതിസന്ധി ഇല്ലെങ്കിൽ, എന്റെ ജീവിതത്തിൽ പ്രതികൂലമില്ലായിരുന്നെങ്കിൽ ഞാൻ യേശു പപ്പന്റെ അടുക്കൽ കാണുന്നില്ല. എന്റെ മേലുദ്യോഗസ്ഥനാണ് കല്യാണം കഴിച്ചത്. ഞാൻ വിചാരിച്ചു കുഞ്ഞിലെ ഇങ്ങനെയൊക്കെ ജീവിച്ചല്ലോ. ഇനി പലരും പറഞ്ഞു നിന്റെ കഷ്ടത ഇതോടെ തീർന്നു. പക്ഷേ ഈ ഫെൻസറിൽ ജോലിയുള്ള, ഇവിടെ ഫെൻസറിൽ ജോലിയുള്ള, കാനറ ബാങ്കിൽ ജോലിയുള്ള ആ മനുഷ്യനാ കല്യാണം കഴിച്ചത്. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്കൊരു ഞാൻ മനസ്സിൽ ചിന്തിച്ചതാ, എന്റെ കഷ്ടത തീർന്നു, ഇനി വീട്ടിൽ ജോലിക്ക് ആളൊക്കെ വെച്ച് എന്നെ വളരെ ഉന്നത നിലവാരത്തിൽ നോക്കും, അങ്ങനെ പോകും ഇങ്ങനെ പോകുന്നു. എന്റെ മാനുഷിക ബുദ്ധിയിൽ വന്നത് എല്ലാം ദൈവത്തിന്റെ ആത്മാവ് ഒരു മൺകുടം തച്ചുടക്കുന്നത് പോലെ അതെല്ലാം തച്ചുടച്ചില്ല. എന്നെ ഒന്നേന്ന് കർത്താവ് പണിത്. ഈ പ്രതിസന്ധി വരാതിരുന്നു എങ്കിൽ, എന്റെ ജീവിതത്തിലാ പ്രതിസന്ധികൾ വരാതിരുന്നു എങ്കിൽ ഞാൻ ഇന്ന് യേശുവിന് വേണ്ടി ഇറങ്ങത്തില്ലായിരുന്നു. ഞാൻ ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി പോകത്തില്ലായിരുന്നു. അവിടെ സഭകൾ ഇന്ന് ഉണ്ടാകത്തില്ലായിരുന്നു എന്നിലൂടെ. ആമേൻ. അതുകൊണ്ട് കർത്താവിന് അറിയാം. ആമേൻ. നമ്മുടെ ചിന്താഗതികളെ തച്ചുടച്ചിട്ട, നമ്മുടെ മോഹന സ്വപ്നങ്ങളെ തച്ചുടച്ചിട്ട കർത്താവ് പ്രതിസന്ധികളിലൂടെ ഇട്ട് എന്നെ ഒരു തിളങ്ങുന്നൊരു മുത്താക്കി എരിയുന്ന തീച്ചുളയിൽ ഇട്ട് എന്നെ അത് ശുദ്ധീകരിച്ച, എന്നെ അത് പുറത്തെടുക്കുന്നത് കർത്താവിന് എന്നിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയ ഒരു കഴുതക്കുട്ടിയെ, തെരുവിൽ കെട്ടിയുന്ന കഴുതക്കുട്ടിയെ യേശു കർത്താവ് പറഞ്ഞു ശിഷ്യന്മാരോട്, നിങ്ങൾക്കെതിരെ ഉള്ള ഗ്രാമത്തിൽ ചെല്ലുക, അവിടെ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് നിങ്ങൾ കാണും, അതിനെ അഴിച്ചു കൊണ്ടുവരിക. ആരാണ് ചോദിച്ചാൽ ഇവയെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ആ കഴുതക്കുട്ടി, ആർക്കും വേണ്ടാത്ത കഴുതക്കുട്ടിയെ കർത്താവ് അഴിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. അഴിച്ചു കൊണ്ടുവന്നു. പക്ഷേ അതിന്റെ പുറത്ത് യേശു വാഹനമായി കയറി. ഇന്ന് പകൽക്കാലം ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ചില വ്യക്തികൾ ഇതിനകത്ത് തന്നെ ഉണ്ട്. അവരെ ദൈവം ഉപയോഗിക്കുമ്പോൾ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങളെ ഉപയോഗിക്കുമ്പോൾ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ കരത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക.
ആവശ്യത്തിനെ പ്രത്യേകിച്ച് എനിക്ക് ഇന്ന് പകൽക്കാലം ഈ ആവശ്യത്തിന്റെ മുൻപിൽ നിൽക്കുന്ന വളരെ സന്തോഷം എന്ന് വെച്ചാൽ ഒരുപാട് ദൈവദാസന്മാർ ദൈവദാസിമാർ ആമേൻ കർത്താവിന്റെ വേലയിലായിരുന്നിട്ട് ആമേൻ അവരുടെ കാലഘട്ടം കഴിയുമ്പോൾ അടുത്തൊരു തലമുറയില്ല. പക്ഷേ ഈ ആവശ്യത്തിന്റെ കുടുംബത്തിൽ അടുത്ത സമയത്ത് വന്നതായ പ്രതിസന്ധിയാണ്. ആയതുപോലെ എന്റെ ജീവിതത്തിലും അടുത്ത സമയത്തിൽ വന്ന വലിയൊരു പ്രതിസന്ധി. ഞാൻ ആവശ്യത്തിന് വീഡിയോ കൊടുക്കുവാനിടയായി. പക്ഷേ എല്ലാവരും പറഞ്ഞു ഈ കറുത്ത വൈകിട്ട പുസ്തകം ഇനി ഇവൾ എടുക്കത്തില്ല, ഇവളിനി ഒരു വേദിയിൽ ഇവളിന് നിൽക്കത്തില്ല. ഞാൻ പറഞ്ഞു എന്റെ തല ഛേദിക്കപ്പെടേണ്ടി വന്നാലും ഞാൻ എന്റെ യേശുവിന് വേണ്ടി ഏത് കെട്ടതയുടെ നടുവിലോ എന്റെ തല ഛേദിക്കപ്പെടേണ്ടി വന്നാൽ ഞാൻ എന്റെ യേശുവിന് വേണ്ടി പോകും. ഞാൻ എന്റെ യേശുവിന് വേണ്ടി നൽകും, ദൈവ രാജ്യത്തിന് വേണ്ടി നൽകുമെന്ന്. പക്ഷെ ഈ പുസ്തകം കയ്യിലെടുക്കത്തില്ലെന്ന് അനേകർ എന്നെ നോക്കി വിധി എഴുതിയപ്പോൾ ഞാൻ 8ാമത്തെ ദിവസം മുതൽ ഈ പുസ്തകവുമായി ഇറങ്ങിയ ഞാനെന്നും ഞാനല്ലോ ഓടുന്ന യേശുപ്പ ഓടിച്ചിട്ടുണ്ട്. ഞാൻ അഭിഷക്തന്മാരോട് പറയും, എനിക്ക് ഒരു മിനിറ്റ് പോലും ഒരു ദിവസം പോലും വീട്ടിൽ പാഴായി ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. നമുക്ക് എവിടെയെങ്കിലും പോകാം, യേശുവിനെ കുറിച്ച് പറയാം, യേശുവിനെ കുറിച്ച് നമുക്ക് മറ്റുള്ളവരോട് പറയാം, നമുക്ക് പോകാം പോകാം പോകാം. നിങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറ, നമുക്ക് ഒരുമിച്ച് പോകാം. ഇങ്ങനെ ഞാൻ എല്ലാവരുടെ പറയും, വേറെ ഒന്നിനും ഞാൻ പോകില്ല, യേശുവിന് വേണ്ടി പോകും. യേശു തരുന്നത് പറയും, ഓടി വീട്ടിൽ വരും. അത്രയും തന്നെ. ആമേൻ. ഈ ലോകത്തിലെ കെട്ടുകഥകൾ കേൾക്കാൻ പോയാൽ നമ്മൾ അതിൽ കുടുങ്ങിപ്പോകും. ആമേൻ. അതുകൊണ്ട് യേശുവിന്റെ പിന്നാലെ നമുക്ക് ഓടാം. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവസഭയെ ഇതിനകത്ത് അങ്ങനെ ആരാധനകത്ത് വെളിപ്പെട്ട ദൈവിക ആരാധന ഇതിനകത്ത് വെളിപ്പെടട്ടെ. സത്യമായി പാസ്റ്റേ എന്റെ പേര് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർ ആമേൻ. പക്ഷെ അത് എന്റെ നന്മയ്ക്കായിരുന്നു. എനിക്ക് ബൈബിൾ കോളേജ് പഠനം അറിഞ്ഞൂടല്ല. അതുകൊണ്ട് പോലീസ് സ്റ്റേഷനുകളിലും കോടതികളിലും കയറി ഇറങ്ങി അതിനുള്ള പഠനമാണ് എനിക്ക് യേശു തന്നത്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഈ എല്ലാവരും വളരെ സ്നേഹിച്ചു. ഇന്ന് നമ്മളോട് സ്നേഹമെന്ന് പറഞ്ഞാൽ അവരൊക്കെയാണ് സ്നേഹം. അനേകർ ഈ ആലയത്തിൽ കടന്നു വന്ന ബിപിനാർ സഭയോട് ചോദിച്ചാൽ പറഞ്ഞു തരും. ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായി പ്രാർത്ഥിക്കാൻ പാസ്റ്റേ, നമുക്ക് ധൈര്യമായി മുൻപോട്ട് ഓടാൻ പാസ്റ്റേ. യേശുപ്പയുടെ പിന്നാലെ നമുക്ക് യാത്ര ചെയ്യാം. തന്നെയുമല്ല ഞാൻ പറഞ്ഞു വന്നത് നടത്തി കളഞ്ഞു. പക്ഷേ അനേക അഭിഷക്തന്മാർ ദൈവവേല ചെയ്തിട്ട് ഒരു അടുത്തൊരു തലമുറ കർത്താവിന്റെ ഈ പെട്ടകം എടുക്കുവാനില്ലാതെ അനേക കുടുംബങ്ങൾ ഇന്ന് തകർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു ഏലിയാവ് കടന്നുപോയി. ആ ഏലിയാവിൽ നിന്ന് എലീശയുടെ മേൽ ഇരട്ടി പങ്ക് ആത്മാവിന്റെ ഒരു പുതപ്പിട്ടേച്ചാ പോയി. ആമേൻ. ഇരട്ടി പങ്ക് അഭിഷേകത്തിന്റെ ഒരു പുതപ്പ് അഭിഷേകത്തിന്റെ മേൽ എന്റെ ദൈവം ആ ഏലിയാവിൽ കൂടെ ഇട്ടേച്ചു പോയി. ആ അഭിഷേകത്തിന്റെ മുൻപിൽ ഞാൻ ഇന്ന് പകൽക്കാലം നിൽക്കുന്നത് എനിക്കതൊരു സന്തോഷം തന്നെയാണ്. ആമേൻ. ജീസസ്. ആമേൻ. കഴിഞ്ഞ നാളുകളിൽ ആ ഏലിയാവിന്റെ മുൻപിലാണ് ഞാൻ ഒരു ദിവസം നിന്നത്. ഒരു ഞായറാഴ്ച ദിവസം ഇന്ന് എലീശയുടെ മുൻപിലാണ് ഞാൻ നിന്നത്. ആമേൻ. ഫെലിസ്ത്യർ, ആമേൻ, ഫെലിസ്ത്യർ പിതാക്കന്മാരുടെ കാലത്ത് കുടിച്ച കിണർ മണ്ണിട്ട് മൂടിക്കളഞ്ഞ് ആരും ഇവിടെ വന്ന് കുടിക്കരുതെന്ന്, ആരും ഇത് ഈ കിണറിൽ നിന്ന് ഈ ഉറവയിൽ നിന്ന് ദാഹജലം കുടിക്കരുതെന്ന്, ആരും ജീവന്റെ ജലം നദി കുടിക്കരുതെന്ന് ഫെലിസ്ത്യർ മണ്ണിട്ട് മൂടിയതിനെ. ആമേൻ. ഫെലിസ്ത്യരെ, നിനക്ക് എവിടെയൊക്കെ മണ്ണിട്ട് മൂടുവാനുണ്ടോ നീ മൂടിക്കോ, നീ മൂടിക്കോ. എന്റെ ദൈവം ചില സമയത്ത് മിണ്ടാതെ വിചാരിക്കരുത് അന്ധകാര ശക്തിയെ. എന്റെ ദൈവം കൂട്ടനെന്ന് വിചാരിക്കരുത്, എന്റെ ദൈവം മണ്ടമെന്ന് നീ വിചാരിക്കരുത്, എന്റെ ദൈവത്തിന് കണ്ണില്ല, കണ്ണ് കുരുടാണെന്ന് നീ വിചാരിക്കരുത്, എന്റെ ദൈവത്തിന് കഴിവില്ലെന്ന് നീ വിചാരിക്കരുത്. എന്റെ ദൈവം ഒരു ടൈം വരെ മിണ്ടാതിരുന്നത് ദൈവമെന്ന് അറിഞ്ഞ പോലെ
തടസ്സം ചെയ്യുവാനുണ്ടോ, ഏത് ദൈവിക ആരാധന പുറത്ത് വരാതവണ്ണം നിനക്ക് ബ്ലോക്ക് ചെയ്യുവാനുണ്ടോ, ഫെലിസ്ത്യരെ നീ മണ്ണിടിക്കോ. പക്ഷേ അടുത്തൊരു ഏലിയാവിന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്ത ചില പ്രതിസന്ധികൾ നേരിടും. അതുകൊണ്ട് ഇരട്ടിപ്പങ്ക് പുതപ്പ് ആ പുതപ്പെടുത്ത് അടിക്കണം. വഴി മാറി തരും. ചില വലിയ വിളികളുടെ നടുവിൽ നിൽക്കേണ്ട പുതപ്പ്. ചിലത് പരാജയപ്പെടുമെന്ന് പറയുന്നിടത്ത് പരാജയപ്പെടുവാനല്ലെന്നെ വിളിച്ചത്, പരാജയങ്ങൾ നികത്തുന്ന യേശുവിന്റെ തന്നെയുമല്ല. ഇസഹാക്ക് 30, 60, 100 മേനി വിളവ് തുടങ്ങുവാൻ പോകുന്നതേ ഉള്ളൂ. വചനം വെളിപ്പാടാൻ ഞാൻ കൈമാറും. വചനം ദൈവമാകയാണ്. ആ വചനത്തിന്റെ സെക്കൻഡ്, ആ വചനത്തിന്റെ സെക്കൻഡ്, പക്ഷേ നമ്മളെ ചർച്ചയിലാണെങ്കിൽ ഒരു 10 മണിക്ക് ആരാധന തുടങ്ങിയ 2-3 ചർച്ച നമ്മൾ ഒരുമിച്ച് കൂട്ടും. ഞങ്ങളെ സ്വന്തം ചർച്ച 10 മണിക്ക് തുടങ്ങിയ വർഷത്തിലൊരിക്കല് 5 മണി വരെ അത് ദൈവാത്മാവ് ആലോചന തരും. ഞാൻ ഇന്ന് പാസ്റ്റർ പറയും, പക്ഷെ ഇങ്ങനെ ഞങ്ങൾ ചർച്ചകളെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് 10 മണി മുതൽ 5 മണി വരെ. പക്ഷേ അത് ഡിസംബർ മാസത്തില് നമ്മൾ അങ്ങനെ നടത്തിക്കൊണ്ടിരുന്നു. പക്ഷേ 11 മണിയാകുമ്പോൾ അഭിഷക്തന്മാർ നേർന്ന് ഇങ്ങനെ 3-4 ചർച്ചിലുള്ള അസിസ്റ്റന്റ് പാസ്റ്റർമാരും അഭിഷക്തന്മാരും നേർന്നിരിക്കും. പക്ഷെ ഞാൻ പറയും മേശയെടുത്ത് ഫ്രണ്ട് ഇടാൻ പറയും, അങ്ങോട്ടൊന്നും കയറത്തില്ല. പക്ഷെ ഫ്രണ്ട് ഇടാൻ കഴിയും. ഒരു 11-12 മണിക്ക് മയക്ക് തന്ന 4 മണി വരെ യേശു കർത്താവ് തരുന്ന വചനത്തിന്റെ വെളിപ്പാടുകളും ദൈവത്തിന്റെ അരുളപ്പാടുകളും എല്ലാ കർത്താവ് വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കും. പക്ഷെ അവിടെ എന്റെ യേശു കർത്താവ് നസ്രത്തുകാരനെ യേശു കർത്താവ് ആ ജനത്തിന്റെ ഇടയിലൂടെ ഇറങ്ങി സഞ്ചരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അനേക കൂട്ടമായി ജനം വിടുവിക്കപ്പെട്ട അവരെല്ലാം ഇന്ന് മരണബന്ധനങ്ങൾ അഴിയുന്നത്, രോഗികൾ സൗഖ്യമാകുന്നത്. അങ്ങനെ ഒരു മീറ്റിംഗ് ആയി എനിക്ക് വളരെ ആഗ്രഹം. പിന്നെ ഇപ്പൊ ഞങ്ങൾ പോകുന്നത് 2 ദിവസം പകലും രാത്രിയും 2 ദിവസം. ഇപ്പോൾ ചെമ്പൂർ പോയതും അത് തന്നെയാണ്. പ്രിയ ദൈവസഭയെ, അങ്ങനെ ഒരു പ്രാർത്ഥന ജീവിതം ഇതിനകത്ത് വെളിപ്പെടുവാൻ കഴിയുമെങ്കിൽ പോരാട്ടം സ്വർഗം പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ പരിജ്ഞാനമുള്ളവരായിരിക്കണമല്ലോ. അതുകൊണ്ട് നമ്മൾ മൗനമായി പ്രാർത്ഥിച്ചാലും കർത്താവ് അന്ന ഹൃദയം കൊണ്ട് മാത്രം പ്രാർത്ഥിച്ച് ചുണ്ടുകൾ മാത്രം അനങ്ങി ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കർത്താവ് കൊടുക്കും. ഇവിടെ കാണുവാൻ കഴിയുന്നത് ഹാഗർ എന്ന് പറയുന്ന ആ പെൺകുട്ടി, ആ ചരിത്രം എല്ലാവർക്കും അറിയാമല്ലോ. ഹാഗർ എന്ന് പറയുന്ന പെൺകുട്ടി അതിനെ വായിക്കുമ്പോൾ കാണുവാൻ കഴിയും. ഉറക്കേക്കലൻ ഇന്ന് പകൽക്കാലം ഉറക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ കരച്ചിന് മറുപടിയാണ്. ബാലനെ പോലെ നിനക്ക് നിലവിളിപ്പാൻ കഴിയുമെങ്കിൽ, ഹാഗറിനെ പോലെ ഉറക്കെ കരയുവാൻ കഴിയുമെങ്കിൽ ആകാശത്തിൽ നിന്ന് ദൈവം ഒരു ദൂതനെ അയച്ചിട്ട്
ഹല്ലേലൂയ. വ്യക്തിപരമായി യേശു ചോദിക്കുക, ഹാഗറേ നിനക്കെന്ത്? ഈ മരുഭൂമിക്കകത്ത് നിനക്കെന്ത്? ചൂടേറിയ മരുഭൂമിക്കകത്ത്, മണലാരണ്യങ്ങൾ കൊണ്ട് നിറഞ്ഞതായ ഈ മരുഭൂമിക്കകത്ത് ഒരു ചുവട് പോലും കാൽ മുൻപിലേക്ക് വയ്ക്കുവാൻ കഴിയാത്തവണ്ണം നീ ആയിരിക്കുന്ന നിലവാരത്തെ പരിശുദ്ധാത്മാവ് കണ്ടുകൊണ്ട് ഹാഗറേ നിന്നെ വ്യക്തിപരമായി യേശു പേര് ചൊല്ലി വിളിക്കുകയാണ്. ഹാഗറേ നിനക്കെന്ത്? ആമേൻ. നീ ഇരിക്കുന്ന ഇടത്ത് ബാലന്റെ നിലവിളി അവിടെ കേട്ടു. ബാലൻ ഇരിക്കുന്ന ഇടത്ത് നീരിറവ തുറന്നു. നേരത്തെ തുറന്നതാ, പക്ഷേ ഈ ഹാഗറിനെ ഒന്ന് കണ്ട് ആ നീരിറവ കാണുവാൻ കഴിഞ്ഞില്ല. ഹാഗറിന്റെ കണ്ണ് തുറന്നത് അപ്പോഴാണ്. ആയതുപോലെ ഒരു ദൂതൻ ഇറങ്ങുവാൻ പോകുന്നു. ദൂതൻ ഇറങ്ങുമ്പോൾ വ്യക്തിപരമായി ദൂതൻ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് തുറക്കും. ആമേൻ. ഈ വചനം ആമേൻ ഇനിയും ആമേൻ. താഴോട്ട് വായിച്ചത് ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് കാകാറിനെ വിളിച്ചു. അവനോട്, കാകാരെ നിനക്കെന്ത്? നീ ഭയപ്പെടേണ്ട. ആമേൻ. വ്യക്തിപരമായി യേശു കർത്താവ് പറയാം, ഹാഗറേ നിനക്കെന്ത്? നീ ഭയപ്പെടേണ്ട. നീ ഭയപ്പെടേണ്ട. നീ യേശുവിൽ മാത്രം ആശ്രയിച്ചാൽ മതി. ഇന്ന് ലോക സംഭവങ്ങൾ കാണുമ്പോൾ നമ്മൾ ഭയപ്പെടുകയാണ്. പ്രിയ ദൈവമക്കളെ, ഇന്ന് ലോകത്തിൽ നോക്കുമ്പോൾ സ്വന്തം അമ്മ സ്വന്തം മക്കളെ കുറിച്ച് ഭയപ്പെടുകയാണ്. സ്വന്തം അപ്പൻ സ്വന്തം മക്കളെ കുറിച്ച് ഭയപ്പെടുകയാണ്. ഇന്ന് ലോകം ഭയപ്പെടുന്ന ഒരു ലോകമാണ്. ആമേൻ. സ്വന്തം അമ്മയെ സ്വന്തം മക്കൾ കുലപ്പെടുത്തുന്നു. സ്വന്തം അപ്പനെ സ്വന്തം മക്കൾ കുലപ്പെടുത്തുന്നു. സ്വന്തം മക്കളെ സ്വന്തം അപ്പന്മാർ കുലപ്പെടുത്തുന്നു. ആമേൻ. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ തലമുറകൾ കുടുംബങ്ങൾ ഇറങ്ങിപ്പോയാൽ തിരിച്ചവരെ വന്ന് കാണുവാൻ കഴിയുന്നില്ല. ലോകത്തിൽ സമാധാനമില്ലാതെ ലോകം നമ്മെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. നമ്മളെ ഭയപ്പെടുത്തുന്ന ഓരോ ദിനപത്രങ്ങളും, നമ്മളെ ഭയപ്പെടുത്തുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തകളല്ലേ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനെല്ലാത്തിന്റെയും സാരം എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രാണപ്രിയൻ വരാൻ സമയമായി. നമ്മുടെ പ്രാണപ്രിയൻ വരാൻ സമയമായി. എന്റെ യേശു പപ്പ പറഞ്ഞു, ഞാൻ പോയി ആമേൻ എന്റെ പിതാവിൽ നിന്ന് മറ്റൊരു കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് വാങ്ങിച്ചയച്ചു തരാം. ആമേൻ. ഏതാ കാര്യസ്ഥൻ? പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ. ആമേൻ. ഇന്ന് ഇത് പരിശുദ്ധാത്മാവിന്റെ കാലഘട്ടം. ഇത് കൃപായുഗം. കൃപയുടെ വാതിൽ പൂട്ടുവാൻ പോകുന്നു. രക്ഷയിൻ വാതിൽ പൂട്ടാറായി. അതിനെ മുൻപായി പ്രിയ ദൈവജനമേ, നല്ലവരായ നാട്ടുകാരെ, നിങ്ങൾ എന്റെ രക്ഷയുടെ പെട്ടകത്തിനകത്ത് ആമേൻ. ആമേൻ. എന്റെ പ്രാണപ്രിയന്റെ വരവിന്റെ കാലൊച്ചകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇനി അധികം താമസിക്കാതെ എന്റെ കർത്താവ് വരുവാൻ പോകുന്നു. അതിന് നമ്മുടെ വിശുദ്ധ സഭയെ ചേർപ്പാൻ, വിശുദ്ധിയോടെ വേർപാടോടെ ജീവിക്കുന്നവരെ ചേർപ്പാൻ, വിശുദ്ധ കാന്തയെ ചേർപ്പാൻ, തന്റെ മണവാട്ടി സഭയെ ചേർപ്പാൻ യേശു വരാറായി. ആമേൻ. മധ്യാകാശത്തിങ്കൽ മണിപ്പന്തല് തന്റെ മണവാട്ടി സഭയെ ചേർപ്പാൻ യേശു വരാറായി. പ്രിയമോളെ താഴോട്ട് ഒന്നും കൂടെ വായിച്ചേട്ടെ. ബാലന്റെ നിലവിളി കേട്ട് ബാലൻ ഇരിക്കുന്നിടത്ത് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്ന ഇടത്ത് അവന്റെ നിലവിളി കേട്ടിരിക്കുന്നു. ആമേൻ. നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക. അത്രമാത്രം ക്ഷീണിക്കപ്പെട്ട ഒരു ബാലൻ. ആമേൻ. കുഴഞ്ഞു പോയ ചില വിഷയങ്ങളുടെ നടുവിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, കുഴഞ്ഞു പോയ ചില വിഷയങ്ങളുടെ നടുവിൽ
പ്രാർത്ഥിച്ച് ക്ഷീണിച്ചതായ ചില വിഷയങ്ങളുടെ